ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ അടുത്ത് ഒരു വാർത്ത പത്രത്തിലും മാധ്യമങ്ങളിലുമൊക്കെ കുറച്ച് വിവാദം സൃഷ്ടിച്ച വാർത്തയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സ്വവർഗഭോഗികളുടെ വിവാഹം നിയമവിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത. പരിശുദ്ധ കത്തോലിക്ക സഭ തങ്ങളുടെ നിലപാടുകൾ മാറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കാലഹരണപ്പെട്ടുപോയ ചില നിയമങ്ങൾ പൊളിച്ചെഴുതുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ചില വാർത്തകൾ ഒരുപാട് പേരുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ വളച്ചൊടിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇത് എന്നതാണ് യാഥാർത്ഥ്യം. സ്വവർഗ അനുരാഗികളാണ് എന്നതുകൊണ്ട് കുടുംബത്തിൽ അവർക്കുള്ള അവകാശവും മാനുഷിക പരിഗണനയും നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഉദ്ദേശത്തോടെ കർത്താവിൻ്റെ കരുണയുടെ സംസാരം അവിടെ ഉയർന്നു വന്നപ്പോൾ അതിനെ വളച്ചൊടിക്കാനായിട്ട് ലോകം മുന്നോട്ട് വന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുള്ള വിവേചന ശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉത്തമമായവ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് ഒരു കത്തോലിക്ക വിശ്വാസിയായിരിക്കുക എന്ന് പറയുന്നത് വെല്ലുവിളി നേരിടുന്ന സമയമാണ്. ഒട്ടും എളുപ്പമല്ല ഒരു നല്ല കത്തോലിക്കനായിട്ട് ജീവിക്കുക എന്നുള്ളത്. കാരണം വ്യാജോപദേഷ്ടാക്കള് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നത് നമുക്ക് മറക്കാതിരിക്കാം. സഭയുടെ നിലപാടുകളെ വളച്ചൊടിച്ച് നമ്മുടെ മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് സഭ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയെന്നും ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ മാറ്റി നിർത്തുന്നുവെന്നുമൊക്കെ ലോകം പാടി നടന്നുകൊണ്ട് അവരുടെ ചിന്തകൾക്കനുസരിച്ച് സഭയുടെ നിലപാടുകളെ, സഭയുടെ പുതിയ തീരുമാനങ്ങളെ വളച്ചൊടിക്കുമ്പോൾ ഒരു നല്ല ക്രൈസ്തവനാകണമെന്നുണ്ടെങ്കിൽ അവിടെ ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ടുള്ള വിവേചന ശക്തി നമുക്ക് അനിവാര്യമാണ്. നെല്ലും പതിരും വേർതിരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിൻ്റെ ഈ വിവേചന ശക്തി നമുക്ക് ആവശ്യമാണെന്ന് മറക്കാതിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ ഇനി മുതൽ തെറ്റും ശരിയും എന്തെന്ന് തിരിച്ചറിയാൻ, കർത്താവിൻ്റെ സ്വരം എവിടെയാണ് എന്ന് തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യാജോപദേഷ്ടാക്കളുടെ പിറകെ പോയി നമ്മുടെ ജീവിതം നമുക്ക് നശിപ്പിക്കാതിരിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.